ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വൈകുന്നേരം വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി മുതൽ വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ ഒരു പ്ലാനുണ്ട്. പാപ്പു എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. 24 മണിക്കൂർ അവൻ്റെ നിഴൽ പോലെ കൂടെ കാണും. അങ്ങനെ ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ, ചായ ഇടാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമായില്ലേ, ചായ ഇടാൻ വേണ്ടി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ആദുവിനെ ചെന്ന് നോക്കാൻ നേരത്ത് അത് പോണെന്ന് നടക്കുന്നു. പിന്നെ ഞാൻ അവനെ എടുത്തു, കുറേ നേരം കൊഞ്ചിച്ച് കളിപ്പിച്ചതിന് ശേഷം പിന്നെ അവനുമായിട്ടായി കുറച്ച് നേരം കസറത്തൊക്കെ നടത്തിയതിന് ശേഷം അവനെ ഞാൻ കൊണ്ടുവന്ന് ടോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനൊരു സ്ഥലത്ത് ഇരുത്തി. എഴഞ്ഞ് നടക്കുന്നതിനെ കൊണ്ട് അവൻ ഇപ്പോൾ ടോയ്സൊക്കെ കണ്ട് അവിടെ ഇരുന്നോളും കേട്ടോ. പിന്നെ ഞാൻ ചായ ഇടാനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുന്നത് ഞാൻ ആദുവിനെ ഏൽപ്പിച്ചിട്ട് വന്നത് പാപ്പുവിനായിരുന്നു. അപ്പോൾ പാപ്പു എൻ്റെ അടുത്തോട്ട് ഓടി വരുന്ന കണ്ടു. എന്ത് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് എത്തി നോക്കാൻ നേരത്ത് പുറകിൽ എൻ്റെ മകൻ ഓടി വരുന്നു. എൻ്റെ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് വെറും യാദൃച്ഛിതമായിരിക്കും. കാരണം എൻ്റെ മോൻ എല്ലാം പറക്കി വാരി എറിയുന്നുണ്ട്, അവൻ്റെ ടോയ്സ് മൊത്തം. പിന്നെ അതിനുശേഷം ഞാൻ നോക്കാൻ നേരത്ത് നമ്മുടെ ബാക്കിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ അസ്തമിക്കുന്ന സൂര്യൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോത് സൂപ്പർ കിഡിലാണ്. ഇത് നേരിട്ട് കാണാൻ സൂപ്പറാട്ടോ. ഞാൻ എപ്പോഴും 5 മണി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വൈകുന്നേരം വെളിയിൽ പോയി നിൽക്കും. നമ്മുടെ ബാക്കിൽ നിന്നാൽ ഇത് കാണാൻ പറ്റും കേട്ടോ. ഇത് പാടമില്ല, നമ്മുടെ ബാക്കിൻ്റെ ഒക്കെ പാടം, അപ്പം ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസം കേട്ടോ. എന്നിട്ടും എൻ്റെ പുത്രൻ്റെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവൻ ഇങ്ങനെ ഇഴഞ്ഞ് ഞങ്ങളുടെ അടുക്കളയിലുള്ള പാത്രങ്ങൾ ഫുൾ അവൻ ഇട്ട് കൊടുത്താൽ സന്തോഷമേ ഉള്ളൂ. അതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ പാപ്പു ഇങ്ങനെ ഇരിപ്പുണ്ട്. പാപ്പു ഇങ്ങനെ നോക്കും അവൻ എന്തോ ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 7:30-8 മണിയായിട്ടും എൻ്റെ അതുവിൻ്റെ ഇഴച്ചിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു അച്ചായി വന്നു. ഇപ്പോൾ അവർ അച്ചായിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ നോക്കാത്ത ഒരു ടോയ്സ് മൊത്തം ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഞാൻ പറക്കി അതേപോലെ മടക്കി വെച്ചു. കാരണം പിറ്റേന്ന് രാവിലെ ഇതേപോലെ നൂത്തി വെക്കാനുള്ളതാണ് എനിക്ക്. ബാക്കി ടോയ്സ് മൊത്തം ഞാൻ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചയ്യെ മോനെ ഞാൻ കട്ടിലോട്ട് കൊണ്ടുപോയി കിടത്തി. കാരണം അവിടെ കിടന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കാതെ അവിടെ കിടന്ന് കുത്തി മറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.